വെള്ളം വറ്റി. ഇപ്പോൾ കൃഷിക്കുള്ള 2 ട്രാക്ടർ കണ്ടം പൂട്ടി നിലൊരുക്കുക. പക്ഷെ ഇവിടുത്തെ കൊക്കുകൾ ആയിരക്കണക്കിന് കൊക്കുകളാ. ഒരു കാഴ്ച തന്നെയാണ് ഈ കാണുന്നത്. എത്ര കൊക്കാണ്! അറ്റം വരെ കൊക്കുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം കൊക്കുകളുണ്ട്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇത്. നമ്മുടെ മഞ്ജു വാര്യരുടെ വീടിൻ്റെ അവിടെ നിന്ന് 1/2 കിലോമീറ്റർ ഇപ്പുറത്തുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എന്താ ഭംഗിയില്ല! ഈ ട്രാക്ടർ പൂട്ടി പോകുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഈ ചെറിയ ചെറിയ ഈ ഇരകൾ, പുഴുക്കൾ അങ്ങനെ പലതും പൊന്തി വരും. അത് തിന്നാനായിട്ടാണ് ഇത്രയും കൊക്കുകൾ ഇവിടെ കൂടിയിട്ടുള്ളത്. കൊക്കുകളുടെ ഒരു മായ പ്രപഞ്ചം. തൃശ്ശൂർ പൂരത്തിന് ജനങ്ങൾ കൂടണ പോലെയാണ് ഇപ്പോൾ ഇത്രയും കൊക്കുകൾ വന്ന് കയറണത്. നിറയെ കൊക്കെന്ന് വെച്ചാൽ നിറയെ കൊക്ക വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഈ വഴിക്കൊക്കെ വരികയാണെങ്കിൽ ഇത് കാണാൻ പറ്റിയ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അത്രയധികം കൊക്കുകളുണ്ട് ഇവിടെ. ഈ ട്രാക്ടർ പൂട്ടി പൂട്ടി പോണതിനനുസരിച്ച് കൊക്കുകൾ പിന്നാലെ നടന്ന് കൊത്തി കൊത്തി തിന്നുക. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നിലക്കൊരുക്കി കൃഷി തുടങ്ങേണ്ട സമയമാണിത്. ഇനിയിപ്പോൾ ഇത് ഒതുക്കി പിടിച്ചു വരുമ്പോൾ സമയം കുറച്ചെടുക്കും. എന്തായാലും 2 ആഴ്ചക്കുള്ളിൽ ഇവിടെ വിത നടക്കും. പിന്നെ അവിടെ നിന്നൊരു 3 മാസം കഴിയണം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വരണമെങ്കിൽ. ഭയങ്കര ഒരു കാഴ്ച തന്നെയായിട്ട് കാണുന്നത്. അങ്ങ് ദൂരെ വരെ എത്ര കൊക്കുണ്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം പറയാൻ പറ്റില്ല, അത്ര അധികം ഉണ്ട്. ഇതിനൊന്നും പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എപ്പോഴും ഇവിടെ ഫോറസ്റ്റ്, എപ്പോഴും ഇവിടെ ചെക്കിങ്ങുള്ള സ്ഥലം അത് കാരണം കൊണ്ട് അങ്ങനെയൊന്നും ചിന്തിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കുറ്റകരമാണത്. ഇതിന് ഒന്നും ഉപദ്രവിക്കാനൊന്നും പാടില്ല.